ഇപ്പോൾ പ്രഖ്യാപിക്കാമെന്ന് പറയുന്ന അന്വേഷണം അത് പാകിസ്ഥാൻ്റെ വിജയിക്കാത്ത തന്ത്രമാണ്. എനിക്ക് മനസ്സിലാവാത്തത്, നമ്മുടെ മണ്ണായ കാശ്മീരിൽ നമ്മുടെ രാജ്യക്കാർ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ വെടിവെച്ച് കൊന്നതിന് അന്വേഷണം നടത്താൻ പാകിസ്ഥാൻ സഹകരിക്കാം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? സംഭവം നടന്നത് നമ്മുടെ മണ്ണിലാണ്, മരിച്ച് വീണത് ഭാരതീയരാണ്, പ്രത്യേക മതവിഭാഗം. അതിനെക്കുറിച്ച് അന്വേഷണത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ആ പറച്ചിൽ കൊണ്ട് തന്നെ വ്യക്തമാണ് പാകിസ്ഥാന് അതിൽ പങ്കുണ്ടെന്ന്. അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഒരു കാര്യത്തിൽ അന്വേഷണത്തിന് തയ്യാറാണ് എന്ന് അയൽ രാജ്യം പറയുന്നതിന് എന്താ പ്രസക്തി? ഇവിടെ വാസ്തവത്തിൽ ഇതൊരു അനുഗ്രഹമായിട്ട്, ഈ നിലപാടുകൾ ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കണം. കാരണം ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത് മതഭീകരതയുടെ മുഖം മാത്രമല്ല, കപട മതേതരത്തിൻ്റെ മുഖം കൂടിയാണ്. കാരണം മതഭീകരർ പ്രത്യേകിച്ച് ആളുകളെ തെരഞ്ഞു പിടിച്ച് നിങ്ങൾ ഹിന്ദുവാണോ എന്ന് 4 പ്രാവശ്യം ചോദിച്ച ശേഷമാണ് വെടിവെച്ചത്. അവരെ രക്ഷിക്കാൻ നോക്കിയ അവിടെ കുതിരവണ്ടി ഓടിക്കുന്ന ഒരാളെയും വെടിവെച്ച് വീഴ്ത്തി. ഇത് എഴുതിയിരിക്കുന്ന ആരാണ്? ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പത്രത്തിൻ്റെ ഇന്നത്തെ മധ്യ പേജിൽ പിർസാദ ആഷിഖ് എന്ന് പറയുന്ന ജേർണലിസ്റ്റ് അതിനെക്കുറിച്ച് വിവരണം കൊടുത്തിട്ടുണ്ട് വ്യക്തമായിട്ട്. ഒരു മതത്തിൽപ്പെട്ട ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മതഭീകരവാദികൾ ചെയ്തത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ടും നമ്മുടെ രാജ്യത്തെ ചില കപട മതേതരക്കാർ മറിച്ച് പറയണം. ഏറ്റവും അത്ഭുതം, രാജ്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയെന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയുടെ നേതാവിൻ്റെ ബന്ധു ഇന്ത്യൻ അധിനിവേശ കാശ്മീർ എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തെ കളിയാക്കിയാണ്. എന്തൊരു കപടമ! വേറൊരു വിപ്ലവ നേതാവ് പറഞ്ഞിരിക്കുന്നു ഇത് മതഭീകരതയല്ല എന്ന്. പാകിസ്ഥാൻ തന്നെ സമ്മതിച്ചിരിക്കുന്നു ഇത് മതഭീകരതയാണ്. അവിടുത്തെ ഒരു മന്ത്രി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്കിത് മടുത്തു, ഞങ്ങൾ പാശ്ചാത്യക്കാർക്ക് വേണ്ടി പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്ന് മാത്രമല്ല, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാനിവിടെ വായിച്ചതാണ്, ഇത്തരം പ്രവൃത്തികളിൽ മടുത്ത് 9,000-ത്തിലധികം പാകിസ്ഥാൻ പട്ടാള ഉദ്യോഗസ്ഥന്മാർ, ഉന്നത ആളുകൾ രാജിവെച്ച് ഇതിലും ഭേദം തൂപ്പ് ജോലിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കാലത്ത് രാജിച്ചു. അതിൽ കുറേ പേര് ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തയ്യാറായി. കാരണം ബലൂചിസ്ഥാൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാനിലെ ജനങ്ങൾ അസംതൃപ്തരാണ്. അവർ പാകിസ്ഥാൻ്റെ ഇന്നത്തെ ഭരണാധികാരികൾക്കെതിരാണ്. അത് വിഷയം പോട്ടെ. ഇവിടെ ഇവരുടെ പ്രതികരണം കാണുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സന്ദർഭത്തിൽ ഇൻ്റലിജൻസ് വീഴ്ചയുണ്ടായി. രഹസ്യാന്വേഷണത്തിൻ്റെ പരാജയമാണ്. ഡാനിയൽ രാജ എന്ന് പറഞ്ഞ അഖില ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവുണ്ട്. അവരുടെ പ്രതികരണം ആരെ അത്ഭുതപ്പെടുത്തില്ല. കാരണം കാലാകാലങ്ങളായിട്ട് രാജ്യദ്രോഹ പ്രവർത്തനത്തിന് കുപ്രസിദ്ധി നേടി സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവരാണ്. അടിയന്തരാവസ്ഥ ജനനന്മയ്ക്ക് എന്ന് പറഞ്ഞവരാണ്. അവരിൽ നിന്നും മറിച്ചൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ പ്രമുഖ പാർട്ടിയുടെ നേതാവ് പറഞ്ഞു ഇത് മതഭീകരതയല്ല എന്ന്. ചെയ്ത ആളുകൾക്ക് പോലും അങ്ങ് അത് നിഷേധിക്കാനുള്ളതില്ല. അവരുറപ്പിച്ച് പറയണു, പാകിസ്ഥാനിലെ മന്ത്രി പറയണു, ബാക്കിയുള്ളവരും പറയണു. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് കപട മതേതരക്കാരുടെ മുഖം ഒരിക്കൽ കൂടി പകൽ പോലെ വ്യക്തമാക്കാൻ രാജ്യസ്നേഹികൾക്ക് ഒരവസരം കൂടി കിട്ടിയിരിക്കുകയാണ്. ഇവരെ വിശ്വസിക്കരുത്. നമുക്ക് മതഭീകരവാദികളെ വിശ്വസിക്കാം, എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പ്രവചിക്കാം. പക്ഷേ അകത്തുള്ള കപട മതേതരവാദികളെ നമ്മളെങ്ങനെ വിശ്വസിക്കും? അവരെ ഞാൻ പതിവായി പറയും പോലെ ആട്ടും തൊലട്ട ചെന്നായ്ക്കളാണ്.
കഴുത്തിന് പിടിക്കുമ്പോഴാണ് നമ്മൾ അറിയുക ഇത് ആടല്ല ചെന്നായാണെന്ന്. അവരാണ് ഈ രാജ്യത്തെ ഏറ്റവും ഒറ്റിക്കൊടുക്കുന്ന അപകടകാരികൾ. അവരെ തൊലി ഉരിച്ച് കാണിക്കേണ്ട ബാധ്യത എല്ലാ ദേശസ്നേഹികൾക്കുണ്ട്. കാരണം സൗദി അറേബ്യ പോലും ഭാരതത്തിൻ്റെ കൂടെയാണ്, മുസ്ലിം രാജ്യങ്ങളൊക്കെ. ഇറാൻ്റേതായ കാര്യങ്ങളുണ്ട്. കാരണം കാശ്മീരി മുസ്ലിങ്ങൾ സുന്നികളല്ല, ഷിയകളാണ്. ഇറാൻ ഷിയ മുസ്ലിങ്ങൾ ഭരിക്കുന്ന രാജ്യമാണ്. സ്വാഭാവികമായും കാശ്മീരി മുസ്ലിങ്ങളോട് ഇറാന് ഒരു പ്രത്യേകത തോന്നുന്നു, സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ മതേതരത്വത്തിൻ്റെ വക്താക്കളാണ്. ഏറ്റവും വലിയ മതേതര പാർട്ടിയാണെന്നാണല്ലോ നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. സർവ ആദരണീയനായ തങ്ങൾ വരെ മതം കൂട്ടിക്കൊലർത്തരുത് എന്ന് പറഞ്ഞു. ആരാണ് കൂട്ടിക്കൊല്ലുന്നത്? ആദരണീയനായ തങ്ങളോട് ബഹുമാനം പരസ്പരം ചോദിച്ചിട്ടേ. മതത്തിൻ്റെ പേര് ആരാണ് ഇതിന് കൂട്ടിക്കലർത്തിയത്? 24 ഇന്ത്യക്കാരെ വെടിവെച്ച് കൊന്നവർ അവർ 4 പ്രാവശ്യം ചോദിച്ചു എന്നാണ് പ്രസാദ് ആസിഖ് ഹിന്ദു പത്രത്തിൽ എഴുതിയിരിക്കുന്നത്. അത് കണ്ട് പേടിച്ചോടിയ സ്ത്രീകളും പോലും അവർ വെറുതെ വിട്ടില്ല. അപ്പം മതഭീകരതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തൊരു കാര്യം അതാണെന്ന് പറയാൻ പാടില്ല എന്ന് തങ്ങളെപ്പോലെ എല്ലാ മതക്കാരും ആദരിക്കുന്നൊരു വ്യക്തി പറഞ്ഞാൽ അത് അദ്ദേഹത്തെ സ്വയം ഇകഴ്ത്തിത്താട്ടലല്ലേ? അദ്ദേഹത്തോടുള്ള ബഹുമാനം കുറച്ച് കാണിക്കാനുള്ള രാഷ്ട്രീയ കക്ഷികളെ പോട്ടെ, രാഷ്ട്രീയ കക്ഷികൾക്ക് എന്തും വിളിച്ച് പറയാം. ഗതികേടിലാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഒരപകടം തോട്ടിൽ വീണ് മരിച്ചാൽ വീട് സന്ദർശിക്കുന്ന മുഖ്യമന്ത്രി രാജ്യത്തിന് വേണ്ടി കാശ്മീരിൽ വെച്ച് പോരാടി വീരമരണം സ്ഥാപിച്ച ആ വീട് ഒന്ന് സന്ദർശിക്കാൻ പോലുമുള്ള ഒരു സൗമനസ്യം കാണും. അദ്ദേഹം നാളെ സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഹിന്ദുവാണ്.